ആ കൂറുമാറ്റ നിരോധന നിയമം കാലോചിതമായി പരിഷ്കരിക്കണം. കൂറുമാറ്റം ആയാറാം ഗയാറാം ആ രാഷ്ട്രീയം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിൽ, സമൂലമായ രീതിയിൽ അത് പരിഷ്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കൂറുമാറ്റ നിരോധന നിയമം നിർഭാഗ്യവശാൽ അത് ബാധകമാകുന്നത് അസംബ്ലി, പാർലമെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ബോഡികൾക്ക്, ജനാധിപത്യ ബോഡികൾക്കാണ്, പാർലമെൻ്ററി ബോഡികൾക്കാണ്. അതേ സമയത്ത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുക, ഇത് സംഘടിതമായി ഈ കൂറുമാറ്റത്തിന് ഏറ്റവും വലിയ പ്രേരണ കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തൻ്റെ ED, ഇൻകം ടാക്സ്, മറ്റുള്ള CBI എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ, അത് ഭരണാധികാരികളാണെങ്കിൽ, മുൻ ഭരണാധികാരികളാണെങ്കിൽ, അവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക, തൻ്റെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക. തൻ്റെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. മറുപാർട്ടിയിലാണെങ്കിൽ അവരുടെ പേരിൽ എൻക്വയറി, അവരുടെ പേരിൽ കേസ്. തൻ്റെ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെയൊക്കെ കുറ്റവിമുക്തരാക്കുന്ന രീതിയിൽ ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. അതിപ്പോൾ ഏതെങ്കിലും അവിടെ മാത്രമല്ല, പലയിടത്തും നടക്കുന്നുണ്ട് ഈ പാർട്ടി വിട്ട് പാർട്ടിമാർ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർട്ടി സ്വന്തമായ രാഷ്ട്രീയ ചിന്താഗതി അനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതേ സമയത്ത് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് പദവികൾ കൊടുക്കുന്നത്, അത് പാർലമെൻ്ററി പദവിയായാലും പാർട്ടി പദവികളായാലും, അത് നൽകുന്നതിന് ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അതിനൊരു കൂളിംഗ് പീരീഡ്, ഒരു റീസണബിൾ പീരീഡ്, കൂളിംഗ് പീരീഡ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട പ്രശ്നത്തെ മുൻനിർത്തിയല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ വീണ്ടും കാരണം കൂറുമാറ്റം വ്യാപകമായി വന്നിരിക്കുന്നു, ദേശീയ തലത്തിൽ വളരെ സജീവമായി വന്നിരിക്കുന്നു, മറ്റ് സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു പ്രശ്നത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഒരു വിശ്വാസ തകർച്ച, ജനങ്ങൾക്കൊരു വിശ്വാസ തകർച്ചയുണ്ട്. കാരണം ഇതെല്ലാം അവസരവാദ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിന് പഴയ സാങ്ക്ടിറ്റി ഇല്ല, പഴയ രീതിയിലുള്ള നിശ്ചയദാർഢ്യമില്ല, നിലപാടുകളില്ല. അവസരവാദമാണ് ഏറ്റവും വലിയ ഇസമായി ഇന്ന് മാറിയിരിക്കുന്നത്. ഈ പോളിംഗ് കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ജനവിശ്വാസമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് ആ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു വരുന്ന ക്രെഡിബിലിറ്റി വീണ്ടെടുക്കുന്നതിന് കൂറുമാറ്റ നിരോധന നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നത് പോലെ തന്നെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അവർ പദവികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായൊരു കൂളിംഗ് പീരീഡ്, ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷമേ അത് പാർലമെൻ്ററി പദവിയായാലും പാർട്ടി പദവിയായാലും അവർ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളൂ.